ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ക്ലാസ് ഓറയുടെ ലെവൽ 1-നകത്ത് ഡിഗ്രി എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ഡിഗ്രി? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കറിയാം 360 ഒരു സർക്കിളിൻ്റെ ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ എടുത്താൽ അതിൻ്റെ ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ ഇതിനകത്ത് എന്താണ് ഇത് മൊത്തത്തിൽ വരുന്ന മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വരുമ്പോൾ ഇതെന്താണ്? ഓരോന്നും 90 ഡിഗ്രി വെച്ചാണ് നമുക്കറിയാം. കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി വെച്ചാണ്. ഇവിടെ നമ്മൾ വരുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ട് വരുമ്പോൾ 0 ഡിഗ്രി വരും, ഇത് 90 ഡിഗ്രി വരും, ഇത് 180 ഡിഗ്രി വരും, ഇത് 270 ഡിഗ്രി വരും, ഇത് തിരിച്ച് 360 ഡിഗ്രി വരും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 360 ഡിഗ്രിയാണ്. അപ്പൊ 360 ഡിഗ്രിയാണ് ടോട്ടൽ ഒരു സർക്കിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. അത് ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ടോട്ടൽ മെഷർമെന്റ് 180 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റേഡിയനും ഡിഗ്രിയാണ്. എന്താണ് ഡിഗ്രി? എന്താണ് അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത്. എന്താണ് റേഡിയൻ നോക്കാം. റേഡിയൻ എന്ന് പറഞ്ഞാൽ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1 യൂണിറ്റ് ഈസ് കോൾഡ് 1 റേഡിയൻ. എന്താണ്? ഒരു സർക്കിളിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആകുമ്പോൾ അതിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. അതായത് 360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണ്. 360 ഡിഗ്രി എത്രയാണ്? 2 പൈ റേഡിയൻ. 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 22/7 ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പൊ 360 ഡിഗ്രി എന്തിനോട് തുല്യമാണ്? 2 ഇൻറ്റു 22/7 തുല്യമാണ്. അത്രയും റേഡിയനോട് തുല്യമാണ്. നമ്മളിപ്പോൾ നമുക്കറിയാം ഓറഞ്ച് ഓരോ ഏതളായിട്ട് നമ്മളല്ലേ, ബബ്ലൂസ് നാരങ്ങ അല്ലെ, മത്തങ്ങ, ഇതൊക്കെ നമ്മൾ ലെയർ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു 1 റേഡിയൻ ആയിട്ട് പോകും. ഒരു സർക്കിളിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആകുന്നതിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര റേഡിയൻ ആണ്? 360 ഡിഗ്രി ആണ് 2 പൈ റേഡിയൻ എന്ന് പറയുന്നത്. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണെങ്കിൽ അതിന്റെ നേരെ പകുതി എടുക്കുമ്പോൾ 180 എത്രയും മക്കളെ? പൈ റേഡിയൻ വരും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 180യുടെ പകുതി എടുക്കുമ്പോൾ 90 വരും. 19 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പകുതി എടുക്കണം, π/2 വരും. 90യുടെ പകുതി എന്താണ്? 45 ഡിഗ്രി വരും. ഡിഗ്രിക്ക് മുകളിൽ 0 ഇടണം, വെറും 45 എഴുതിയാൽ പോരാ കേട്ടോ. അപ്പൊ എന്താണ്? റേഡിയന് നമ്മൾ പൈ എഴുതി, റേഡിയന്റെ സി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ പൈ ഉള്ളപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ +5 ആണെങ്കിൽ വെറുതെ 5 എഴുതിയാൽ പോരെ. അപ്പൊ പൈ എന്ന് പറയുമ്പോൾ റേഡിയനാണെന്ന് അറിയാം. അവിടെ നമ്മൾ സി എന്ന് പറഞ്ഞ നൊട്ടേഷൻ സാധാരണ എഴുതാറില്ല. പക്ഷെ ഡിഗ്രിക്ക് നിർബന്ധമായിട്ടും നമ്മൾ 0 കൊടുക്കണം, ഡിഗ്രിയുടെ നൊട്ടേഷൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ 45 എന്ന് പറഞ്ഞാൽ എന്ത് വരും? π/4 വരും. ഈ 45ന്റെ പകുതി നമ്മൾ എടുത്തു 22 ഹാഫ്, അപ്പൊ നമുക്ക് π/8 വരും. ഇതാണ് റേഡിയൻ കൺവേർഷന്റെ ഓർത്ത് വെക്കേണ്ടത്. കാണാതെ നന്നായിട്ട് പഠിക്കണം. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 2 പൈ. 2 പൈ എന്ന് പറഞ്ഞാൽ 360. 180 എന്ന് പറഞ്ഞാൽ പൈ. പൈ എന്ന് പറഞ്ഞാൽ 180. 180 എന്ന് പറഞ്ഞാൽ പൈ. പൈ എന്ന് പറഞ്ഞാൽ 180. 90 എന്ന് പറഞ്ഞാൽ എന്താണ്? π/2. π/2 എന്ന് പറഞ്ഞാൽ എന്താ? 90. 45 എന്താ? ഇപ്പൊ 45 പഠിക്കുമ്പോൾ ഓർക്കും താഴത്ത് 4. അങ്ങനെ ഓർത്ത് വയ്ക്കാം. 90 എന്ന് പറഞ്ഞാൽ π/2. അപ്പൊ ഇത് നമ്മൾ റേഡിയനും ഡിഗ്രിയും കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ, പറഞ്ഞു പഠിക്കണം. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ആണ്. ഈ 180 ആണ് നമ്മളൊരു യൂണിറ്റ് മെഷർമെന്റ് ആയിട്ട് എടുക്കുന്നത്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൈ റേഡിയൻ കിട്ടും. അപ്പൊ ഈ 180 ഡിഗ്രിയെ നമ്മൾ 180 ഡിഗ്രി ഇൻറ്റു 1 ഡിഗ്രി എന്ന് എഴുതണം, ഒരു പ്രശ്നമില്ല അല്ലെ? പൈ എന്ന് വരും. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? π/180 വരും. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. ഇനി തിരിച്ചോ, 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ആണ്. ഇതിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അത് വെച്ച് നമ്മൾ ഓർത്തിരിക്കും. ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/1. ദെൻ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π. നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ മെമ്മറിയിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഇത് രണ്ടെണ്ണം കേട്ടോ. ഇനി ഇവിടെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി തന്നാൽ അതിനെ എങ്ങനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം? സ്ഥിരം നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എങ്ങനെയാണ്? ഡിഗ്രി കൺവേർട്ട് ടു ഡിഗ്രി ടു എന്താണ്? റേഡിയൻ. ഒരു ഡിഗ്രി മെഷറിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കാം, 30 ഡിഗ്രിയെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. 30 ഡിഗ്രി എന്താണ്? നമ്മൾ കൺവേർട്ട് ചെയ്യണം.
ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്തെ റേഡിയൻ മെഷറിൽ എന്തുണ്ട്? പൈ ഉണ്ട്. ഇങ്ങനെ ഓർത്ത് വെക്കണം. ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്തെ റേഡിയൻ മെഷറിൽ എന്തുണ്ട്? പൈ ഉണ്ട്. അപ്പൊ പൈ വരണമെങ്കിൽ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 13 × π/180. ഒന്നുകൂടി പറയാം. ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്ത് റേഡിയൻ മെഷറിൽ പൈ ഉണ്ട്, ഡിഗ്രിയിൽ പൈ ഇല്ല. അപ്പൊ ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്ത് എന്താ വേണ്ടത്? റേഡിയൻ മെഷറിൽ പൈ ഉണ്ട്. അപ്പൊ പൈ എവിടെ വരും? മുകളിൽ വരും. എളുപ്പമുണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ. അപ്പൊ ഈ 0 വെട്ടിപ്പോകും. 3ഉം 18ഉം വെട്ടിപ്പോയിട്ട് 6 വരും. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? π/6 ആണ്. 3 വരുമ്പോൾ താഴെ 6 വരുന്നു ഓർക്കുക. ദെൻ 6 വരുമ്പോൾ താഴെ 3 വന്നെ. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? π/6 റേഡിയൻ ആണ്. ഇനി ഇതുപോലെ നമുക്ക് നോക്കാം. 60 ഡിഗ്രി എന്ന് വെച്ചോ. 60 ഡിഗ്രിയെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 16 × π/180 എന്ന് വരും. 16 എന്ത് വരും? π/180 വരും. അപ്പൊ ഈ 0ഉം വെട്ടിപ്പോവും. 6ഉം 18ഉം വെട്ടിപ്പോയാൽ 3 വരും. അപ്പൊ π/3 എഴുതും. ഒരിക്കലും ഒരു ഫ്രാക്ഷൻ നമ്പർ എഴുതരുത് അവിടെ ആൻസർ. ഇത് ഓർത്ത് വയ്ക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 30 എന്ന് പറഞ്ഞാൽ 30 വരുമ്പോൾ 3 വരുമ്പോൾ താഴെ 6 വരും. കണ്ടോ? 6 വരുമ്പോൾ താഴെ എന്ത് വരും? 3 വരും. അപ്പൊ 60 ഡിഗ്രി എന്താണ്? π/3. π/3 എന്താണ്? 60. 30 എന്താണ്? 30 എന്ന് പറഞ്ഞാൽ π/6. π/6 എന്താണ്? 30 എന്ന് പറഞ്ഞു പോകാതെ ഓർത്ത് വയ്ക്കണം. അപ്പൊ എന്താണ് ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കേ. 30 എന്ന് പറഞ്ഞാൽ π/6. അപ്പൊ 60 എന്ന് പറഞ്ഞാൽ π/3. 6 വന്നാൽ ഇവിടെ 3 വരും. 3 വന്നാൽ ഇവിടെ 6 വരും. ഇങ്ങനെ ഓർത്ത് വയ്ക്കും. ഇനി നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 45 × π/180. ഇത് രണ്ടും വെട്ടി പോകുമ്പോൾ എന്താവും? 4 വരും. അപ്പൊ നമ്മുടെ π/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 45. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ്. 60 എന്ന് പറഞ്ഞാൽ π/3. 6 വന്നാൽ താഴെ 3 വരും. 3 വന്നാൽ താഴെ 6 വരും. 45 വന്നാൽ 4 അല്ലേ ഫസ്റ്റ് വൺ? ദാറ്റ് ഈസ് ഈക്വൽ π/4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഓർത്ത് വെക്കണം. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. അപ്പൊ എന്താണ് 45? എന്താ മക്കളെ? π/4. 30 എന്താണ്? താഴെ എന്ത് വരും? π/6. 60 എന്താണ്? താഴെ എന്ത് വരും? 3 π/3. ഇത് 3 നമ്മളിവിടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14 ഡിഗ്രി 8th ക്വസ്റ്റ്യൻ. 14 ഡിഗ്രി 20 മിനിറ്റ്. ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? 20 മിനിറ്റ് നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 20 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് 20 / 16 കൊടുത്താൽ മതി അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ 0 വെട്ടിപ്പോയിട്ട് 1/3 കിട്ടും. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? 14 ഡിഗ്രി അങ്ങനെ തന്നെ എഴുതണം. പ്ലസ് ഈ 1/3 ഡിഗ്രിയും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 120 വരും. 120 + 1 / 3 വരും. അപ്പൊ 121/3 വരും. അതായത് നമ്മൾ എപ്പോഴും മിനിറ്റ് തരുമ്പോൾ ആ മിനിറ്റിനെ നമ്മൾ എന്താണ്? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ മിനിറ്റ് എത്രയാണോ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം മക്കളെ? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 20 / 60 കിട്ടും. അപ്പൊ ആൻസർ ഈസ് 1/3 അല്ലേ? അപ്പൊ എന്താണ്? ഈ 40ന്റെ കൂടെ ഏത് കൂട്ടണം? നമ്മൾ 1/3 കൂട്ടണം. അപ്പൊ 14 + 1/3 കൂട്ടി. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ 3 നേരെ ഇങ്ങോട്ട് വരും. 14 × 3 എന്താ? 120 ആണ്. 120 വരും. ഓൾറെഡി +1 ഉണ്ട്. അപ്പൊ +1 അവിടെ എഴുതി. /3. ഇനി 120 + 1 എത്രയാ? 121. അപ്പൊ നമുക്ക് എത്ര ഡിഗ്രി ടോട്ടൽ കിട്ടി? 121/3 ഡിഗ്രി കിട്ടി. ഇനി ഇതിനെ വേണം നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 121/3 × π/180. കാരണം ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് റേഡിയൻ മെഷറിൽ എന്തുണ്ട്? പൈ ഉണ്ട്. അപ്പൊ പൈ എവിടെ വരും? മുകളിൽ വരും അല്ലെ? π/180 വരും. ഇനിയും ഒരു കാര്യം ഓർക്കുക. നമ്മൾ ഈ π/180 എഴുതിയ ഒരിക്കലും അവിടെ കൊണ്ടുപോയി 0 എഴുതി വെക്കരുത്. ഡിഗ്രിയുടെ നൊട്ടേഷൻ കൊടുക്കരുത് കേട്ടോ. ഇവിടെ ഇതിന് നമ്മൾ നേരെ പ്രോഡക്റ്റ് ചെയ്താൽ മതി. 121π/3 × 180 എന്ന് പറഞ്ഞാൽ 540 വരും. അപ്പൊ നമ്മുടെ റേഡിയൻ എന്ന് പറഞ്ഞാൽ 121π/540 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ. -13 ഡിഗ്രി ആൻഡ് 45 മിനിറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 45 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ അതിനെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 വരും. അപ്പൊ ഈ -13ന്റെ കൂടെ ഈ മിനിറ്റ് 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3/4 ഡിഗ്രിയാണ്. അത് നമ്മൾ ആഡ് ചെയ്യണം. 3/4 എഴുതി. അപ്പൊ ഇവിടെ ആൻസർ എന്നാ വരും നോക്കിയേ? -13. ഇതിന് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വരും. 120 + 3 / 4 വരും.
എന്താണ് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നെഗറ്റീവ് എപ്പോഴും ബ്രാക്കറ്റിന് പുറത്തിടണം, കാരണം ആ നെഗറ്റീവ് രണ്ട് നമ്പറിനെ ബാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 13 × 4 120 വരും. 120യുടെ കൂടെ ഈ 3 കൂട്ടി എത്ര വരും? 123 വരും. അപ്പം -123/4 ഡിഗ്രി വരും. ഡിഗ്രിയെ റേഡിയനൊക്കെ നേരത്തെ എന്ത് ചെയ്യണം? ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180 അല്ലേ? അപ്പം -123/4 × π/180. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ ഡിഗ്രി സൈൻ കൊടുക്കരുത് കേട്ടോ. അപ്പം -123 π/720 വരും. അത്രയും റേഡിയൻ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ലെവൽ 1 ഓരോ ടൈപ്പ് പ്രോബ്ലം നമ്മൾ നോക്കിയിട്ട് മാത്രം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ദെൻ അടുത്ത 10th ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. Then 11th question that is equal to 620 degree. Then 12th question that is equal to 90 degree. അടുത്ത 13th question that is equal to 100 degree. Then 14th question that is equal to 30 degree and 30 minute. Then 15th question that is equal to 60 degree 20 minute. That is equal to -120 degree. Then 30 minute. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഇത് ചെയ്ത് നോക്കിയിട്ട് തനിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചാപ്റ്റർ പഠിച്ചു നമ്മൾ. ഈ ചാപ്റ്റർ പഠിച്ച നമ്മൾ സെക്കൻഡ് ഇയറിന് 8 ചാപ്റ്റർ പഠിച്ചു എന്നാ. അപ്പം അത്രയ്ക്ക് കണ്ടിന്യൂഷനാണ്, നന്നായിട്ട് പഠിച്ചോളണം. നമ്മൾ മാത്സ് ഒരു ഇൻട്രസ്റ്റോട് കൂടി ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്നും മാത്സ് ചെയ്യാൻ തോന്നും. ഒരു 45 മിനിറ്റ് അതിനോടൊരു താല്പര്യം വരണം നമ്മൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ 120 ഡിഗ്രി ആണെന്ന് വെച്ചാൽ 120 ഡിഗ്രിയെ മാറ്റണം. അപ്പം നമ്മൾ എന്താണ് 120 × ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്ത് റേഡിയൻ മെഷറിൽ എന്തുണ്ട്? പൈ ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്നാ വരും? π/180 വരും. അപ്പൊ ഇവിടെ 0യും 0യും വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ ആ ഫ്രാക്ഷൻ ആക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 12π/18 എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. വേണമെങ്കിൽ ഇതിന് നമുക്ക് 6 × 2π എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇതിനെ 6 × 3 എന്ന് എഴുതാം. 6ഉം വെട്ടിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3 എന്ന് എഴുതാം. 120 നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഇവിടെ വെച്ച് എഴുതിയാലും ഒരു പ്രശ്നമല്ല, ഫുൾ മാർക്ക് കിട്ടും. ദെൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ 420 ഡിഗ്രി ആണെന്ന് വെച്ചോ. 420 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റേഡിയനെ ഡിഗ്രി ആക്കാൻ നേരത്തെ എന്തുണ്ട്? റേഡിയനിൽ പൈ ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഏത് വരും? 420 × π/180 വരും. അപ്പൊ നമ്മൾ 0 വെട്ടിപ്പോയി. 42 ആണ്. 42 എന്ന് പറഞ്ഞാൽ പകുതി എടുത്താൽ 21π വരും. ഡിവൈഡഡ് ബൈ 9 എഴുതാം, വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ആ 42 ഡിവൈഡഡ് ബൈ 8 എഴുതിയാലും ഒരു പ്രശ്നമല്ല, വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. ഇനി ഇത് വെട്ടി കഴിയുമ്പോൾ നമുക്ക് തന്നെ 7 × 3 എഴുതാം. പൈ ഡിവൈഡഡ് ബൈ 9നെ 3 × 3 എഴുതാം. 3യും 3യും വെട്ടി പോയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 7π/3 എഴുതാം, വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 42/0 വെട്ടി കളഞ്ഞ് ബാക്കി എഴുതിയാലും ഒരു പ്രശ്നമില്ല. ദെൻ നെക്സ്റ്റ് 300 ഡിഗ്രി എന്ന് വെച്ചാൽ 300 ഡിഗ്രി. ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്തെ എന്തുണ്ട്? ഡിഗ്രി റേഡിയൻ മെഷറിൽ പൈ ഉണ്ട്. അപ്പൊ ഏതുകൊണ്ടാണ് പ്രോഡക്റ്റ് ചെയ്യണ്ടേ? 300 × π/180. 0യും വെട്ടിപ്പോയി. അപ്പൊ 13π ഡിവൈഡഡ് ബൈ 18. ഇത്ര എഴുതിയെന്ന് ഓർത്താൽ ഒരു പ്രശ്നമില്ല, അത്ര എഴുതിയാൽ മതി. സിംപ്ലിഫൈ ചെയ്യണം നിർബന്ധം ഒന്നുമില്ല, മാർക്ക് കിട്ടിക്കോളും നിങ്ങൾക്ക്. ദെൻ അടുത്ത് നോക്കുക. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 520 ഡിഗ്രി ആണെന്ന് വെച്ചോ. 520 ഡിഗ്രി. ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ നേരത്തെ എന്തുണ്ട്? ഡിഗ്രി മെഷറിനെ റേഡിയൻ ആക്കാൻ നേരത്തെ റേഡിയൻ മെഷറിൽ എന്തുണ്ട്? പൈ ഉണ്ട് അല്ലേ? അപ്പൊ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 520 × π/180. 0യും വെട്ടിപ്പോയി. 52π ഡിവൈഡഡ് ബൈ 18. അതിനെ ഒരു സിംപ്ലിഫിക്കേഷനും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇവിടെ നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം. എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്ത് നോക്കാം. 400 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പൊ എന്താണ്? 400 × π/180. 0യും വെട്ടിപ്പോയി. ആൻസർ ഈസ് 14π ഡിവൈഡഡ് ബൈ 18. വേണമെങ്കിൽ വെട്ടി കുറച്ച് എഴുതാം, അല്ലെങ്കിൽ അത് മതി. ഇനി നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് നമ്പർ ആണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ. അപ്പൊ 8th എക്സാമ്പിൾ 14 ഡിഗ്രി 30 മിനിറ്റ് അതാ നേക്കണമെന്ന് വെച്ചോ. 14 ഡിഗ്രി 30 മിനിറ്റ്. ഇവിടെ മൊത്തം ഡിഗ്രി ആണോ? അല്ല, 14 മാത്രമേ ഡിഗ്രി ഉള്ളൂ. പക്ഷെ 13 എന്താ കിടക്കണേ? മിനിറ്റാ കിടക്കണേ അല്ലേ? അപ്പൊ 30 മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പൊ നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/60 ഡിഗ്രി ആണ്. ഇത് നേരെ ഇതിന്റെ താഴേക്ക് പോകും. അപ്പൊ മിനിറ്റിനെ ഡിഗ്രി ആക്കാൻ നേരത്തെ എന്ത് ചെയ്താൽ മതി? നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മിനിറ്റ് 1/60 ആണ്. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ് എന്തായിരിക്കും? 13 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും. ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും. അപ്പൊ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണ്?
ദാറ്റ് ഈസ് ഒരു ഹാഫ് മിനിറ്റ് ആണ് അല്ലേ, ഹാഫ് ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ മൈനസ് വന്നാൽ മൈനസ് അങ്ങനെ തന്നെ ഇടണം. 14 പ്ലസ് ഈ 30 മിനിറ്റ് 1/2 ഡിഗ്രി കിട്ടി. ഇതേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 14 അങ്ങനെ തന്നെ എഴുതുക, നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടു. 40 അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് ഇതെന്താ കിട്ടിയത് നമുക്ക് ഹാഫ്, അതങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ 80 + 1 / 2 വരും. അതായത് 40നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 80 വരും. 80ന്റെ കൂടെ ഈ 1 കൂട്ടും. ഫ്രാക്ഷൻ നമ്പർ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ മക്കളെ, -81/2 കിട്ടി. അത്രയും ഡിഗ്രി നമുക്ക് ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിഗ്രി റേഡിയനാക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, π/180 അല്ലേ. നമ്മുടെ പഴയ ആളെ എടുത്ത് നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും, π/180. നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ പാടാണോ, ഫ്രാക്ഷൻ ഒരിക്കലും എഴുതുന്നത്, ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. -81π / 360 എന്ന് എഴുതിയാൽ മാത്രം മതി, ഫുൾ മാർക്കാണ്.